മധ്യ ഈജിപ്തിൽ പാറയിൽ കൊത്തിയെടുത്ത ശവകുടീരങ്ങൾക്കും പുരാതന ശവസംസ്കാര കരകൗശല വസ്തുക്കളുടെ ധാരാളിത്തത്തിനും പേരുകേട്ട അൽ ഗുഫൈറയിലെ ഒരു സെമിത്തേരിയിൽ നിന്ന് ഈജിപ്ത് പുരാവസ്തു ഗവേഷകർ 3500 വർഷം പഴക്കമുള്ള ഒരു പുസ്തകത്തിന്റെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ 42 അടി കണ്ടെത്തി. മരിച്ചവരുടെ പുസ്തകമെന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതോടെ പുരാതന ഈജിപ്തിന്റെ മരണാനന്തര ജീവിത വിശ്വാസങ്ങളിലേക്ക് പുതിയൊരു വഴി തുറക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് പുരാവസ്തു ഗവേഷകർ. പുസ്തകത്തിന്റെ കണ്ടെത്തിയ 43 അടി ചുരുളും പൂർണ്ണമായും പാപ്രസിലാണ് എഴുതിയത്. മരിച്ചവരുടെ പുസ്തകം ബ്യൂട്ടെഹാമുന്റെ മകനായ നെഫെപ്പെട്ടേന്റേതാണെന്ന് കരുതുന്നു. BC 1550-നും 1070-നും ഇടയിൽ സജീവമായിരുന്ന ഈ സെമിത്തേരിയിൽ നിന്ന് മരണാനന്തര ജീവിതത്തിലൂടെ മരിച്ചവരെ മുന്നോട്ട് നയിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വിപുലമായ ശവസംസ്കാര വസ്തുക്കൾ ഉണ്ടായിരുന്നു. മമ്മികൾ, ശവപ്പെട്ടികൾ, കുംഭങ്ങൾ, പ്രതിമകൾ, 25,000-ത്തിലധികം ഉഷാബ്ദി പ്രതിമകൾ എന്നിവയാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. എന്നാൽ മരിച്ചവരുടെ ചുരുൾ എന്നറിയപ്പെടുന്ന 43 അടി പാപ്പിറസ് രേഖ ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരുടെ ശ്രദ്ധ നേടി. പൗരാണിക കാല ശവസംസ്കാരങ്ങളുടെ സവിശേഷതകൾ ഈ ചുരുളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് നിഗമനം. എഴുത്തുകാരനെയോ കാലഘട്ടത്തെയോ അനുസരിച്ച് ഉള്ളടക്കത്തിൽ ചില്ലറ മാറ്റങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇത്തരം പുസ്തകങ്ങൾ മരണാനന്തര ജീവിതത്തിലേക്കുള്ള സങ്കീർണമായ യാത്രയിൽ ആത്മാവിനെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് ഈജിപ്തിലെ അമേരിക്കൻ റിസർച്ച് സെന്റർ പറയുന്നു. ഇത്തരം ഓരോ ചുരുളുകളും ഓരോ കാലഘട്ടത്തിലും ഈജിപ്ഷ്യൻ ജനതയിലുണ്ടായ വിശ്വാസപരമായ വ്യത്യാസങ്ങളും അവയുടെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാനും സഹായിക്കുന്നു. ശവസംസ്കാര വസ്തുക്കളുടെ ശേഖരം അൽ ഗുഫൈറയിൽ അടുത്തിടെ നടത്തിയ ഖനനങ്ങളിൽ പുരാതന കാലത്തെ പ്രധാന പുരോഹിതനായ എരദ് ഹരുവിന്റെ മകൾ താഡി ഈസയുടെ അലങ്കരിച്ച ശവപ്പെട്ടിയും കണ്ടെത്തി. ആന്തരിക അവയവങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കനോപ്പിക് ജാറുകൾ അടങ്ങിയ 2 തടിപ്പെട്ടികൾ, ഉഷാബ്ദി പ്രതിമകളുടെ ഒരു സമ്പൂർണമായ സെറ്റ്, അധോലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പത്തോസോക്കറിന്റെ ഒരു രൂപം എന്നിവയും ലഭിച്ചു. ലഭിച്ച പാപ്പിറസ് ചുരുളുകൾ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ പാപ്പിറസ് പ്രദർശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ചുരുളുകളെക്കുറിച്ച് കൂടുതലൊന്നും പുറത്തുവിടാൻ പുരാവസ്തു മന്ത്രാലയം തയ്യാറായിട്ടില്ല.